കൗമാരം വിട്ടാലും യുവാവായാലും വൃദ്ധനായാലും സാംസ അച്ഛനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഏത് ദുർഘട സ്ഥലത്ത് പോയാലും എത്ര ദൂരെയുള്ള നാട്ടിലായാലും അവൻ്റെ കണ്ണിൽ ഇനിയുള്ള കാലം തിരിഞ്ഞുകൊണ്ടിരിക്കും. കാണാതായ ആളെ അവർ മരിക്കും വരെയല്ല, നമ്മൾ മരിക്കും വരെയാണ് അന്വേഷിക്കേണ്ടത്. അവർ എല്ലാ കാലവും മരിക്കാതെ തുടരും. സാംസയ്ക്ക് അപ്പോൾ മരിച്ചുപോയ പെൺകുട്ടിയോട് സംസാരിക്കണമെന്ന് തോന്നി. അവനോട് വലിയ അടുപ്പമുള്ളവരൊക്കെ പോയി. അവനിനി സാംസയെ പരിഗണിക്കില്ല. അവനുണ്ടാകുന്നതിനും ഒരുപാട് കാലം മുമ്പ് മണ്ണിനടിയിലായി പോയൊരു പെൺകുട്ടിയാണ് സാംസയ്ക്ക് ചെവി കൊടുക്കാനുള്ളത്. സാംസ നല്ല വേഗത്തിൽ തിരിച്ചു നടന്നു. ഇതുവരെ അച്ഛനെ അന്വേഷിച്ചു പോയി തിരിച്ചു വരുമ്പോൾ അവന് പേടി തോന്നിയിട്ടില്ല. കാരണം കുറെ ദൂരെയാണെങ്കിലും പിന്നാലെ അച്ഛൻ നടന്നു വരും. ഇപ്പോൾ മുന്നിലും പിന്നിലും ആരുമില്ലാത്ത വഴി അവനെ അല്പം ഭയപ്പെടുത്തി. ശ്യാമയുടെ വീടിനെയാണ് അവൻ ആദ്യം കടന്നത്. അവിടെയുള്ള വികലാംഗിയായ പെൺകുട്ടിക്ക് ഒരിക്കലും പ്രണയമുണ്ടായിട്ടില്ലെന്ന മട്ടിൽ ആ വീട്ടിൽ വെളിച്ചം നേരത്തെ അണഞ്ഞിരുന്നു. ഒരു പുരുഷന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ശേഷിയില്ലാത്തവൻ അക്കാര്യം സ്വപ്നം കണ്ടതായിരിക്കും. പിന്നീട് സാംസ വേഗത്തിൽ ലൈബ്രറി കടന്നുപോയി. മരത്തിന്റെ നെൽക്കൂടിയായപ്പോൾ അതവിടെ ഉണ്ടെന്ന് തോന്നിയില്ല. അതിനുള്ളിൽ നിന്ന് പലതരം കഥകളുടെ സ്പന്ദനങ്ങളും ഉണ്ടായിരുന്നു. സ്റ്റീഫന്റെ വീടെത്തിയപ്പോൾ സാംസ അങ്ങോട്ടേക്ക് നോക്കി. ഇതുവരം ഇരുട്ട് കാണാനില്ല. യഥാസമയം ഭ്രാന്ത് വലിച്ചെടുക്കാൻ പറ്റാതെ അത് ഉന്മേഷമില്ലാതെ നിൽക്കുന്നുണ്ടായിരിക്കും. മരിച്ചുപോയ പെൺകുട്ടിയോട് സംസാരിക്കാനായി സാംസ വേഗത്തിൽ നടന്നു. അവന് വേറെ ആരാണുള്ളത്? എല്ലാവർക്കും നമസ്കാരം. പട്ടുനൂൽ പുഴു ഏകാന്തതയുടെ വർത്തമാനം എന്നതാണ് നമ്മുടെ സെഷൻ. ഒരു നേർരേഖയിൽ വരച്ചു വെക്കാൻ കഴിയുന്നതൊന്നല്ല നോവലിൻ്റെയോ മറ്റേതെങ്കിലും പുസ്തകത്തിൻ്റെയോ വായനാ ജീവിതമെന്ന് നമുക്കറിയാം. അത് പല നിലയിൽ പല വഴികളിൽ സഞ്ചരിക്കുന്നതാണ്. പട്ടുനൂൽ പുഴുവിനെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന വായനകളും അത്തരത്തിൽ പല നിലകളിലുള്ളതാണ്. ഏകാന്തതയെക്കുറിച്ചും ഉന്മാദത്തെക്കുറിച്ചും പാരിസ്ഥിതിക ബോധ്യങ്ങളെക്കുറിച്ചും അങ്ങനെ പല വഴിയിൽ പട്ടുനൂൽ പുഴുവിനെക്കുറിച്ചുള്ള വായനകൾ സഞ്ചരിക്കുന്നു. എതിരൻ കതിരവൻ മലയാളത്തിൽ ഈ ആഴ്ച എഴുതിയത് പട്ടുനൂൽ പുഴുവിനെയും ക്വാണ്ടം മെക്കാനിസത്തെയും ബേസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ശാസ്ത്ര സംബന്ധമായ വായനകളും പട്ടുനൂൽ പുഴുവിനെ സംബന്ധിച്ച് വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പട്ടുനൂൽ പുഴു ഏകാന്തതയുടെ വർത്തമാനം എന്ന ഒരു ചർച്ചയിലേക്ക് കിടക്കുന്നത്. കൂട്ടമായി ജീവിക്കുമ്പോഴും അങ്ങേയറ്റത്ത് ഏകാകികളും വിഷാദികളുമായ ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് പട്ടുനൂൽ പുഴു. മറ്റാർക്കൊക്കെയോ വേണ്ടി, അതല്ലെങ്കിൽ ആർക്കുമല്ലാതെ ജീവിച്ചു തീർക്കുന്ന, വിജയത്തിലേക്ക് കുതിക്കും തോറും പരാജയത്തിൻ്റെ വഴികളിലേക്ക് എത്തിപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ, ഉന്മാദത്തിൻ്റെ മനുഷ്യരുടെ കഥകൾ കൂടിയാണ് ഇത്. ഇതിൽ ഒരുപക്ഷെ ഒരു ജീവിതത്തിനിടയിൽ തന്നെ അപരജീവിതം നയിക്കുന്ന മനുഷ്യരെയും നമുക്കിതിൽ കാണാൻ കഴിയും. അങ്ങനെ പല വഴി സാംസ എന്ന കഥാപാത്രം തന്നെ ഒരു സാംസയ്ക്കുള്ളിൽ മറ്റൊരാളെ പേറുന്നു. ഈ ഭൗതികമായ ഈ ലോക ജീവിതം മുഴുവൻ തനിക്ക് അന്യമാണെന്നും താൻ മറ്റേതോ ഒരു ജീവിതമാണ് ജീവിക്കുന്നതെന്നും സ്വയം ബോധ്യമുള്ള കഥാപാത്രങ്ങളെ നമുക്കിതിൽ കാണാം. അത്തരത്തിലുള്ള ഒരു നോവലാണ്. തീർച്ചയായും മലയാള നോവൽ സാഹിത്യത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു സൗഭാഗ്യമാണ് ഈ നോവലെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നമുക്ക് ആ നോവൽ വായനയിലേക്ക്, വായനാ അനുഭവത്തിലേക്ക് ബഹുമാനപ്പെട്ട എം പി രാജേഷ് ഏട്ടനെ ക്ഷണിക്കുകയാണ്. ഹരീഷ്, വളരെ സന്തോഷം. ഹരീഷ്, നമ്മൾ രണ്ടുപേരും ഒരേ സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമാണെങ്കിൽ വളരെ കുറച്ച് നേരിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ ഇതുവരെ ഉള്ള ഈ പരിചയത്തിനിടയിൽ ആദ്യമായിട്ട് ഏറ്റവും ദീർഘമായി ഹരീഷിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഞാൻ ആദ്യമായിട്ട് പങ്കുവയ്ക്കും. ഈ പട്ടുനൂൽ പുഴുവിനെ കുറിച്ച് നമ്മൾ ചർച്ച ആരംഭിക്കുമ്പോൾ EP, നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തായ EP രാജഗോപാലൻ മാസ്റ്റർ ഹരീഷിൻ്റെ നേരത്തെയുള്ള രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം
ആണ് ഓർമ്മ വരുന്നത്. അതില്ലാത്തത് ഏകാന്തത മാത്രമേ ഉള്ളൂ. ഇതിൽ ഉള്ളത് ഏകാന്തതയുമാണ്. ഏകാന്തത ഈ പുസ്തകത്തെ, ഈ നോവലിനെ ആകെ ചൂഴ്ന്നു നിൽക്കുകയാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചത് സാധാരണഗതിയിൽ ഒരു നോവൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് വായിക്കാവുന്ന ഒരു ചുറ്റുപാടിലിരുന്നല്ല. ഒരു വലിയ ബഹളത്തിനിടയിൽ, മൈക്കിൻ്റെ ശബ്ദത്തിനിടയിൽ, വലിയ ആൾക്കൂട്ടത്തിനിടയിലിരുന്നാണ് ഈ പുസ്തകത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ വായിച്ചു തീർത്തത്. ബാക്കി വായിച്ചു തീർത്തത് ട്രെയിനിൽ ധാരാളം യാത്രക്കാരുള്ള ഒരു പരിചയക്കാരുള്ള ഒരു ട്രെയിനിനകത്തിരുന്നുമാണ്. അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ഏകാഗിയായി മാറിയൊരു അനുഭവമാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കുണ്ടായത്. വലിയ കോലാഹലങ്ങൾക്കിടയിൽ ഏകാഗിയായി സാംസയുടെ ലോകത്ത്, അതുപോലുള്ള അനേകം മനുഷ്യരുടെ ലോകത്ത് മറ്റൊന്നും അറിയാതെ അതിൽ അലഞ്ഞ ഒരനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഏകാന്തതയെക്കുറിച്ചുള്ള ഒരു പുസ്തകം, വളരെ പരിചിതമായ സാധാരണമായിട്ടുള്ളൊരു ജീവിതത്തെ വിഷാദാത്മകമായ മങ്ങിയ വാക്കുകൾ കൊണ്ട് വിസ്മയകരവും അസാധാരണവുമായ നിലയിൽ ഹരീഷ് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏകാന്തത ഈ പുസ്തകത്തിൻ്റെ പ്രമേയമായി മാറിയത്? ആദ്യമേ തന്നെ നന്ദി പറയുന്നു ഒരു പുസ്തകം ഇങ്ങനെ വായിച്ചതിന്. നമുക്കറിയാം ഇവരുടെയൊക്കെ ജീവിതം എത്ര തിരക്ക് പിടിച്ചാണ്, എന്തുമാത്രം ഓഡിറ്റ് ചെയ്യപ്പെടുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് എനിക്കറിയാം. അതിനിടയിലുള്ള ആ വായനയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനൊരു പുസ്തകത്തിലേക്ക് വരാൻ കാരണം, ഞാൻ ആദ്യമേ എഴുതാനിരുന്ന പുസ്തകമാണിത്. ആദ്യമേ തന്നെ ഇങ്ങനൊരു കഥ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും പറയുന്നുണ്ട്, തുടക്കത്തിൽ അത് പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ എഴുതണം എന്നുള്ള ധാരണ എനിക്കില്ലായിരുന്നു. കാരണം നമ്മൾ മീശി എഴുതുന്നു, ഓഗസ്റ്റ് ബെന്നേഡ് എന്ന് പറയുന്ന നോവൽ എഴുതുന്നു. അതൊക്കെ എഴുതുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കഥ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ ധാരണ നമുക്കുണ്ട്. മലയാളത്തിൽ നമ്മളെപ്പോഴും അതിശയോക്തി ഉപയോഗിക്കുന്നതാണ്, എഴുത്തിൽ അതിശയോക്തി ഉപയോഗിക്കുന്നതാണ്. ഭാഷയിലും കഥാപാത്രങ്ങളുടെ സഞ്ചാരങ്ങളിലും ഇടപെടലുകളിലും ഒക്കെ നമ്മൾ ഒരുപാട് അതിശയോക്തി ഉപയോഗിക്കും. അതുപോലെ തന്നെ ധാരാളം കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റും വരും. വലിയ ആത്മകഥത്തിൽ ജീവിക്കുന്നവരാണ് മലയാളികൾ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ പൊതുവെ. പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ വലിയ അതിശയോക്തി ഇല്ലാതെ കുറച്ചുകൂടെ നമ്മുടെ സെൽഫിനോട് പറയുന്ന കഥ പറയണമെന്ന് എനിക്ക് തോന്നി. നമ്മളെല്ലാവരും ഉള്ളിൽ സംസാരിക്കുന്നവരാണ്. പലപ്പോഴും എല്ലാ മനുഷ്യരും ഉള്ളിൽ സംസാരിക്കുന്നവരാണ്. ആ ഉള്ളിൽ സംസാരിക്കുന്നത് ഒരിക്കലും ആൾബഹളത്തോടല്ല. നമ്മളെപ്പോഴും നമ്മളോട് തന്നെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ വല്ലാത്ത ആൾക്കൂട്ടത്തിലാണെങ്കിലും, ഇപ്പോൾ പാർട്ടി സമ്മേളനത്തിൽ ഇരുന്ന് പുസ്തകം വായിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. മനുഷ്യൻ ജനനത്തിലും മരണത്തിലും ഒറ്റയ്ക്കാണെന്ന് പറയാറുണ്ട്. മരണത്തിലും നമ്മൾ ഒറ്റയ്ക്കാണ്, ജനനത്തിലും ഒറ്റയ്ക്കാണെന്ന് പറയാറുണ്ട്. അത്യധികമായിട്ട് നമ്മൾ ഒറ്റയ്ക്കുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രമേയം കൈകാര്യം ചെയ്തുകൊണ്ട് തോന്നി. അത് കുറച്ച് വർഷങ്ങൾ എടുത്ത വായന അതിന് സഹായിച്ചു നൽകിയിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, ആദ്യം എഴുതിയിരുന്നെങ്കിൽ ഇതിങ്ങനെ ആകില്ലായിരുന്നു. ഇപ്പോൾ ഒരു 4-5 വർഷം കൂടി ഒരു നല്ല വായനയെ ലഭിച്ചു, നല്ല ആളുകളെ കണ്ടുമുട്ടി. അതിൽ കൂടിയാണ് നമുക്ക് അതുകൊണ്ട് ഇതാണ് ഇത് എഴുതേണ്ടിയിരുന്ന സമയമെന്ന് ഹരീഷ് പറയുന്നു. തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആകില്ലായിരുന്നു എന്ന് തന്നെ വേറെ പുസ്തകമാണ്. ഇതിൽ ഈ പുസ്തകത്തിൽ തന്നെ ഹരീഷ് പറയുന്നുണ്ട്, ഇതിൽ കഥാപാത്രങ്ങൾ അവരവരിലേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ മാത്രമല്ല അവരവരിലേക്ക് സഞ്ചരിക്കുന്നത്, വായിക്കുന്ന ഓരോ വായനക്കാരനും അവരവരിലേക്ക്, അവൻ്റെ ഉള്ളിലേക്ക് ഏകാന്തമായിട്ടുള്ള സ്വപ്ന സഞ്ചാരങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ ഭൂതകാലത്തിലേക്ക് ഒക്കെയുള്ള സഞ്ചാരങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പരിചയമുള്ള അനേകം മുഖങ്ങൾ സാംസയുടേതുപോലെ എനിക്ക് തോന്നി. അനേകം മുഖങ്ങൾ തോന്നി. ചില സന്ദർഭങ്ങളിൽ എൻ്റെ തന്നെ കുട്ടിക്കാലത്തെ സാംസയുടെ അനുഭവമായിട്ട് ചേർത്ത് വയ്ക്കാൻ തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഹരീഷ് പറഞ്ഞത് ശരിയാണ്. നമ്മളെല്ലാം ഉള്ളിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരാണ്. എത്ര തിരക്കുള്ളവരാണെങ്കിലും വളരെ സജീവമായി പൊതുജീവിതത്തിൽ നിൽക്കുന്നവരാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞതുപോലെ അവനവനോട് സംസാരിക്കുന്നുണ്ട്. അവനവൻ്റേതായ ഒരു ഏകാന്ത ലോകം, വളരെ നിഗൂഢമോ ഒക്കെ ആയിട്ടുള്ള ലോകം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കഥാപാത്രങ്ങളെപ്പോലെ തന്നെ വായനക്കാരനെ ഇത് അവനവൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നൊരു പുസ്തകമാണ്. അതെ, തീർച്ചയായിട്ടും അതെ. അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ വേറൊരു ലോകം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും
നമ്മൾ ഒരു 90കളിൽ കൗമാരം കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ 90കളിലാണ് കൗമാരത്തെ ഞാൻ നേരിട്ടത്. 90കളിലെ കൗമാരം നമുക്കറിയാം, അന്ന് വലിയ സംഭവങ്ങൾ ലോകത്ത് നടക്കുന്ന സമയമാണ്. 89 മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു, സോവിയറ്റ് യൂണിയൻ തകരുന്നു, ബാബറി മസ്ജിദിന്റെ തകർച്ച, ഇങ്ങനെ വലിയ രക്തസംഭവം നടക്കുന്ന സമയമാണ്. 2 സന്ദർഭങ്ങൾ ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് ഹരീഷ് വർമ്മ. നമ്മളെല്ലാം ഏറെക്കുറെ ഒരേ കാലത്ത് ഈ കൗമാരം പിന്നിട്ടവരായതുകൊണ്ട്, ഒന്ന് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ വാർത്ത ആകാശവാണിയിൽ കേട്ടതാണ്. അന്ന് കോളേജിലെ മരത്തിന്റെ താഴെയുള്ളൊരു വട്ടക്കല്ലിൽ ഇരിക്കുകയാണ്. മിക്കവാറും അവിടെ ഇരുന്നുകൊണ്ടിരുന്നത്, അകത്തിരുന്നതിനേക്കാൾ കൂടുതൽ പുറത്താണ് ഇരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ആ വാർത്ത അറിഞ്ഞിരുന്നു. പിന്നെ അന്ന് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ ഓർമ്മിക്കുകയാണ്. നിർത്തൂ നിങ്ങളുടെ ഒതളങ്ക വർത്തമാനം, ലോകം കീഴ്മേൽ മറിയുകയാണ് എന്നായിരുന്നു അന്നത്തെ പോസ്റ്ററുകളിലെ വാചകങ്ങൾ. അപ്പോൾ ലോകം കീഴ്മേൽ മറിഞ്ഞ ഒരു കാലത്ത് കൗമാരം പിന്നിടുകയും യൗവനം ആരംഭിക്കുകയും ചെയ്തവരാണ് നമ്മുടെ തലമുറ. മറ്റൊരു അനുഭവം, ബാബറി മസ്ജിദ് തകർത്ത ദിവസം മഹാരാജാസ് കോളേജിലെ ഞാനൊന്ന് ഒറ്റപ്പാലം NSS കോളേജിലാണ് പഠിക്കുന്നത്. പക്ഷെ മഹാരാജാസ് കോളേജിൽ പരിപാടി കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചു വരാൻ കഴിയാതെ ഉച്ചയോടുകൂടി തന്നെ പെട്ടെന്ന് അവസാനിപ്പിച്ചു. തൃശ്ശൂരിൽ വന്ന് പിന്നെ പുലർച്ചെ എപ്പോഴോ ഷൊർണൂരിനടുത്ത് കുളപ്പുള്ളിയിലെത്തി. അവിടെ ഒരു കടത്തിണ്ണയിൽ കിടന്ന് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു 10 കിലോമീറ്റർ നടന്ന് വീട്ടിലെത്തിയാണ്. അത്തരമൊരു വളരെ കീഴ്മേൽ മറിഞ്ഞ ഒരു കാലത്തിൻ്റെ അനുഭവമുള്ളവരും കൂടിയാണ് നമ്മൾ. അതെ, ആ സമയത്ത് തന്നെ അത്രയും വലിയ സംഭവങ്ങൾ ചുറ്റുപാട് നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഏകാന്ത ജീവിതം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് NS മാധവന്റെ കഥകൾ വരുന്നുണ്ട്, ചരിത്രത്തോട് നേരിട്ട് സംബന്ധിക്കുന്ന, രാഷ്ട്രീയത്തോട് നേരിട്ട് സംബന്ധിക്കുന്ന കഥകൾ വരുന്നുണ്ട്. അതേസമയം തന്നെ നമുക്കൊരു വായനയുടെ ലോകമുണ്ട്, അതായത് ഏകാന്ത വായനയുടെ ലോകമുണ്ട്. ഇപ്പോൾ പത്തർ പഞ്ചാരി വായിക്കുന്ന ലോകമുണ്ട്, ബംഗാളി സാഹിത്യത്തിൻ്റെ തർജ്ജമകൾ വായിക്കുന്ന ലോകമുണ്ട്, റഷ്യൻ നോവലുകളുടെ തർജ്ജമ വായിക്കുന്ന ലോകമുണ്ട്. അതാണ് ഞാൻ തീർച്ചയായിട്ടും സാംസയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. സാംസ എന്ന പേര് കൊടുക്കാനും നറാഷ എന്ന പേര് കൊടുക്കാനും പോലും കാരണം അതാണ്. അത് അന്നത്തെ കുട്ടികൾക്കുണ്ടായിരുന്ന ഒരു വായനയുടെ ലോകം. അതാണ് പലപ്പോഴും യഥാർത്ഥ ലോകമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെ റിയൽ ലോകം അതായിരുന്നു, അതാണ് നമ്മളെ രൂപപ്പെടുത്തിയത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതായത് അവനവന്റെ തന്നെ കുട്ടിക്കാലത്തേക്കുള്ള ഒരു സഞ്ചാരം കൂടിയായിരുന്നു അത് ഹരീഷിനെ സംബന്ധിച്ച്. ഞാൻ ചോദിക്കാനിരുന്ന കാര്യം അതാണ്. ഈ നോവലിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ, ഒന്ന് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സാംസയുടെ പേരാണ് ഗ്രിഗറി സാംസ, ഫ്രാൻസ് കാഫ്കയുടെ മെറ്റമോർഫോസിസിലെ കഥാപാത്രത്തിന്റെ പേര്. ആ കഥാപാത്രത്തിന്റെ പേരിന്റെ തിരഞ്ഞെടുപ്പിൽ വളരെ സവിശേഷതയുണ്ടെന്ന് തോന്നിയിരുന്നു. അതിപ്പോൾ എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിക്കാനിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നടാഷ റോസ്റ്റോവ യുദ്ധവും സമാധാനത്തിലെ കഥാപാത്രത്തിൻ്റെയും പേര് കൊടുത്തിരിക്കുന്നു എന്നത് എന്തുകൊണ്ടാണ് എന്നിപ്പോൾ ഹരീഷ് വിശദീകരിച്ചു. ശരിയാണ്, നമ്മളെല്ലാം ഈ റഷ്യൻ നോവലുകൾ ധാരാളം വായിച്ച് വളർന്നൊരു കുട്ടിക്കാലവും കൗമാരകാലവും ഒക്കെയാണ്. അതിന് വേറൊരു കാരണം ഉള്ളത് റഷ്യൻ നോവൽ മാത്രമല്ല, അന്ന് ഒരുപക്ഷെ മലയാളത്തിലായിരിക്കാം ഒരു പ്രാദേശിക ഭാഷകളിൽ ഏറ്റവും കൂടുതൽ തർജ്ജമകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ ഇംഗ്ലീഷ്, സ്പാനിഷ് തുടങ്ങിയ ലോകഭാഷകൾ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും കൂടുതൽ തർജ്ജമകൾ വന്നിട്ടുള്ള ഭാഷ നമ്മുടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകം കുറച്ചുകൂടെ ഇന്റർനാഷണൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ധാരാളം ബംഗാളി നോവലുകൾ, മലയാളം നോവലുകൾ പോലെ തന്നെ വായിച്ചൊരു കാലമാണ്. അപ്പോൾ ഇതില് ഏകാന്തത മാത്രമല്ല, ഏകാന്തതയുണ്ട്, ഉന്മാദമുണ്ട്, പ്രണയമുണ്ട്, ഭ്രാന്തുണ്ട്, ഭാവനയുണ്ട്, എല്ലാം ഉണ്ട്. അതായത് വളരെ സാധാരണമായ ഒരു മനുഷ്യ ജീവിതത്തിലെ അമ്പരപ്പിക്കുന്ന ഈ വളരെ സൂക്ഷ്മമായിട്ടുള്ള അനുഭവങ്ങളെ ഈ പുസ്തകത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ സാംസ എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു സമാധി ദിശയിലാണ്. 13 വയസ്സുകാരൻ ചിന്തയുടെ സമാധിയിലാണ് ഉള്ളത്. അപ്പോൾ 13 വയസ്സുകാരനായ സാംസ കാണുന്ന, യഥാർത്ഥത്തിൽ സാംസ ലോകത്തെ കാണുന്നത് തന്നെ പുസ്തകത്തിലൂടെയാണ്. ലൈബ്രറി, അതാണ് ഞാൻ പറയാം, എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മിപ്പിച്ചു ഒന്ന്. എൻ്റെ വീടിൻ്റെ മുന്നിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, ഒരു കടയുടെ മുകളിലുള്ള ഒരു ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിലേക്ക് പോയതും പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു തുടങ്ങിയതും ആദ്യം സാംസ ആരും ശ്രദ്ധിക്കുന്നില്ല, എവിടെയും ശ്രദ്ധിക്കുന്നില്ല, വളരെ കുറച്ച് പരിഗണന മാത്രമേ കിട്ടുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തിന് ഓർമ്മിപ്പിക്കും. കാരണം ആദ്യം പുസ്തകം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവരൊക്കെ പുസ്തകം വായിക്കാനായോ എന്ന് ചിന്തിക്കുന്ന മുതിർന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ടാവും. അപ്പം അതുപോലെ പുസ്തകങ്ങളിലൂടെയാണ് സാംസ ലോകത്തെ കണ്ടത്. അങ്ങനെ സാംസയുടേതായ ഒരു ദർശനവും തത്വശാസ്ത്രവും ഒക്കെ കണ്ടെത്തുന്നത്. എനിക്ക് തോന്നുന്നത് എപ്പോഴും 13 വയസ്സിലെ ഈ കൗമാരം കടക്കുന്ന പ്രായം ഒരു നിർണായക സന്ദർഭമാണ് തോന്നുന്നത്. നമ്മളെ രൂപപ്പെടുത്തുന്ന ഒരു സമയമാണ്. നമ്മൾ ഒരുപക്ഷെ അന്നേരമാണ് നമ്മൾ അറിയുന്നത് ഒറ്റയ്ക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരും എന്ന് നമുക്കൊരു ധാരണ കിട്ടുന്ന ഒരു പ്രായം അതാണ്.
അതുവരെ നമ്മുടെ മുന്നിൽ വലിയ ആളുകളുണ്ട്, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ ചുറ്റുമുള്ളവർ, അവരെല്ലാം വലിയ മനുഷ്യരായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ 13 വയസ്സിൽ നമ്മൾ പതുക്കെ പ്രണയത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി തുടങ്ങുന്നു, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി തുടങ്ങുന്നു. ഈ ബാല്യത്തിൽ നിന്ന് കൗമാരം യൗവനത്തോട് കയറുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ രൂപപ്പെടുത്തുന്ന ഒരു സമയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വളരെ സംഘർഷാത്മകമായ സമയമാണ്. ഉറപ്പായിട്ടും എല്ലാ തരത്തിലും സംഘർഷാത്മകമായ സമയമായിരിക്കും. അപ്പം ഇതില് വളരെ അവിസ്മരണീയമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളാണ് ഇതിലുണ്ട്. അത് ഒരു ശിഥില ജീവിതത്തെ ഇത് ആവിഷ്കരിക്കുന്നുണ്ട്. സാംസയുടെ ഒരുപക്ഷെ ഈ അവനവനിലേക്ക് തന്നെ ഉൾവലിഞ്ഞ ഏകാഗിയായിട്ടുള്ള ഒരു പ്രകൃതത്തെ തന്നെ രൂപപ്പെടുത്തിയത് സാംസയുടെ അമ്മയുടെയും പിന്നീട് അച്ഛൻ്റെയും ഒക്കെ ശിഥിലമായി പോയ ഒരു ജീവിതമാണ്. അപ്പോൾ ആ ജീവിത ശൈഥില്യത്തിൻ്റെ വളരെ തീവ്രമായിട്ടുള്ള അനുഭവം കൂടി അതിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അവനവൻ സ്വന്തം വീടിനെ കുറിച്ച് ഓർത്തുള്ള ലജ്ജ. വീട് തന്നെ ഒരു ഇരുണ്ട ലോകമാണ്. വീടിനകം എന്നത് ഇരുണ്ട ലോകമാണ്. ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന വിജയൻ രാത്രി കഴിയാവുന്നത്ര വൈകി വരികയും അതിരാവിലെ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട കാരണമൊന്നുമില്ലെങ്കിലും അതിരാവിലെ പോവുകയും ചെയ്യുന്ന വിജയൻ. അങ്ങനെ ഈ കഥാപാത്രങ്ങളെല്ലാം വലിയ വിഷാദമുണ്ടാക്കുന്നവരാണ്. ആനിയുടെ ജീവിതവും അതുപോലെയാണ്. നമ്മുടെ നാട്ടിലെ ഒരുപക്ഷെ ആ കാലത്തെ 90കളിലെയൊക്കെ ഒരു സ്ത്രീ ജീവിതത്തിൻ്റെ ഒരു നേർചിത്രം നമുക്കിവിടെ കാണാം. എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഒരിടത്ത് വെച്ച് മുരടിച്ചു പോകുന്ന ഒരു സ്ത്രീ ജീവിതത്തിൻ്റെ നേതൃത്വം കാണാൻ പറ്റും. അത് തീർച്ചയായിട്ടും ആ കാലഘട്ടം തീർച്ചയായിട്ടും പുരുഷന്റെ ഒരു സർവാധിപത്യത്തിന്റെ അവസാന കാലഘട്ടമാണ് 90കളെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും സ്ത്രീകൾ വളരെയധികം മുന്നോട്ട് വരികയും നമ്മുടെ ജീവിതം വളരെയധികം മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് കോട്ടയത്ത് ഞാൻ ജീവിച്ച ഒരാളെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം എങ്ങനെയാണ് സ്ത്രീകൾ മുന്നോട്ട് വന്നത്. കുടുംബശ്രീ ഉണ്ടാവുന്നതിന്റെ തൊട്ട് മുമ്പുള്ള കാലം. അതെ. അതിന് മുമ്പ് സ്ത്രീകൾ, അതിനുശേഷമാണ് സ്ത്രീകൾ വ്യാപകമായിട്ട് നേഴ്സിംഗിന് വേണ്ടി വിദേശത്ത് പോകുന്നു, പണം ഉണ്ടാക്കുന്നു. അതിനു മുമ്പുള്ള സ്ത്രീ ഏറ്റവും അരശരിയായിരിക്കുന്ന അവസാനത്തെ കാലമായിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ ദാരിദ്ര്യം എന്ന ഘടകം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത്. അതായത് നമ്മുടെ ദുർഗനവും മറ്റോ പറഞ്ഞിട്ടുണ്ട്, ഒരു ദരിദ്രന്റെ വീട് മറ്റൊരാൾ കാണുന്നത് ഒരാളെ നഗ്നനായി കാണുന്ന ഒരു അനുഭവമാണ് അയാൾക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെയാണ് സാംസയും അല്ലെങ്കിൽ ആ കുടുംബവും കടന്നു പോകുന്ന ഒരു അനുഭവത്തിൽ കൂടെയാണ് അത്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ മിക്കവാറും കുടുംബങ്ങളുടെ മധ്യവർത്തി താഴെ നിൽക്കുന്ന കുടുംബങ്ങളുടെ ലോവർ മിഡിൽ ക്ലാസിന്റെ ഏതാണ്ട് അവസ്ഥ തന്നെയായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ ചിത്രം വിജയൻ വലിയ സ്വപ്നങ്ങൾ കാണുകയും വലിയ സംരംഭകനാവാൻ ആഗ്രഹിക്കുകയും ഓരോന്ന് പരാജയപ്പെടുമ്പോഴും കൂടുതൽ വീര്യത്തോടെയും ഉത്സാഹത്തോടെയും പുതിയതിനെക്കുറിച്ച് ആലോചിക്കുകയും വലിയ ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്ത അവസാനം വീണു പോവുകയാണ്, പൂർണ്ണമായിട്ടും വീണു പോവുകയാണ്. പിന്നെ ഈ ജീവിതത്തിൽ അർത്ഥമൊന്നുമില്ല, എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടുക, ആയുസ് എത്തിക്കുക എന്നൊരു നിലയിൽ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെയുള്ള അനേകം മനുഷ്യരെ നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണാം. ഞാനത് വായിച്ചപ്പോൾ അങ്ങനെ എത്രയോ പേരുടെ ചിത്രം ഒരു ഘോഷയാത്ര പോലെ എൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. അപ്പോൾ ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 80കളുടെ അവസാനം 90കളുടെ തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ പൊതുവിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി രാജ്യഭാഗം അഭിമുഖീകരിക്കുകയും ഈ ഉദാരവൽക്കരണം ഒക്കെ ആരംഭിക്കുകയും അത് വലിയ വ്യാമോഹങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്താണ്. സംരംഭകത്വത്തെക്കുറിച്ചും ഒക്കെയുള്ള വലിയ പ്രതീക്ഷകൾ, സ്വന്തം അധ്വാനിച്ച് വലിയ വരുമാനം ഉണ്ടാക്കുക, സമ്പന്നനാവുക എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ഒക്കെ സൃഷ്ടിക്കപ്പെട്ട കാലമാണ്. പക്ഷേ അവർ വളരെ വളരെ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷം മാത്രമേ രക്ഷപ്പെട്ടു പോയുള്ളൂ എന്നുള്ളതും മഹാഭൂരിപക്ഷവും ഇങ്ങനെ വിജയനെ പോലെ നടുപൊടിഞ്ഞ് വീടുപോയി എന്നുള്ളതും കൂടി എന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ അനാവരണം കൂടിയാണ് സംഭവിക്കുന്നുണ്ട്. അത് മനുഷ്യജീവിതം പൊതുവെ അങ്ങനെയാണ്. മനുഷ്യർ പലപ്പോഴും ഒരു ദുരന്തത്തിലേക്ക് ചിലർ പറന്നങ്ങ് പോകുന്ന നമുക്കാണ്. അവരെ തടഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ് വിജയൻ. അയാളെ അതിൽ നമുക്ക് എത്ര തടയാൻ ശ്രമിച്ചാലും അയാൾ ആ തീയിലോട്ട് തന്നെ അങ്ങ് പൊക്കോട്ടിരിക്കും, അയാൾ വീഴും. അതാണ് അയാളുടെ ദുരന്തം. അങ്ങനെയാണ് ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. പറക്കാൻ കഴിയാത്ത നിലയിലായി പോകുന്നു. പറക്കാൻ ആഗ്രഹിച്ച ആളാണ് വിജയൻ. അതുപോലെ ഇതിന് വളരെ ഹൃദയസ്പർശിയായ ചില അനുഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ കടം കയറി മുടിഞ്ഞ് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ വിജയനെ കുടുംബാംഗങ്ങളെല്ലാം കൂടി വന്ന് വിചാരണ ചെയ്യുന്ന ഒരു രംഗത്ത് ആ വിചാരണ കാണാൻ കഴിയാതെ സാംസ അവിടുന്ന് പോകുന്നതും ആയിട്ടുള്ള അനുഭവങ്ങൾ. ഇതെല്ലാം
ആ കാലത്തെ കേരളത്തിലൊരു ഗ്രാമീണ ജീവിതത്തിൻ്റെ ദൈനംദിന അനുഭവം എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ വളരെ സാധാരണമായിട്ടുള്ള ഒരു അനുഭവമായി മാറി. അപ്പോൾ ഒരുപക്ഷെ ഒരു 4 നൂറ്റാണ്ട് മുമ്പുള്ള അത് പരിണാമഘട്ടം കൂടിയാണ്. കേരളീയ ജീവിതത്തിൻ്റെ ഒരു പരിണാമഘട്ടം കൂടിയാണ്, ഒരു ട്രാൻസിഷൻ്റെ ഘട്ടം കൂടിയാണ്. അതിനെ ആണ് വിജയനിലൂടെയും ആനിയിലൂടെയും ആവർത്തിച്ചിട്ടുള്ളത്. വേറൊരു കാര്യം, സ്റ്റീഫൻ എന്നൊരു കഥാപാത്രം ഉണ്ട്. ആ നോവലിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രമാണ് സ്റ്റീഫൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സാംസ, വിജയൻ, ആനി, അതോടൊപ്പം തന്നെ സ്റ്റീഫൻ. ഭ്രാന്ത് ഉള്ള സ്റ്റീഫനെയും ഭ്രാന്തില്ലാത്ത സ്റ്റീഫനെയും ആലോചിക്കുമ്പോൾ വലിയ അത്ഭുതം നമുക്ക് തോന്നും. അത് നമ്മളൊക്കെ ബാല്യകാലത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ഭ്രാന്തുള്ള ധാരാളം പേരെ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരുന്നു. ഈ ഭ്രാന്ത് ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ വളരെ സ്വാഭാവികമായ കാര്യം പോലുമല്ല. ഭ്രാന്ത് ഒരുപാട് ഇങ്ങനെ തെങ്ങിൽ തിളച്ചിരുന്ന ഭ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈന്തുമരത്തിൽ തിളച്ചിരുന്ന ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്. മനുഷ്യരെ സംബന്ധിച്ച് നോക്കിയാൽ ആർക്കാണ് ഭ്രാന്ത് ഇല്ലാത്തത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. നോ വൺ ഈസ് നോർമൽ എന്ന് പറയാറുണ്ട്. ആരും നോർമൽ നേരത്തെ പറയാറുണ്ട്. പല മനുഷ്യരും ഈ കുട്ടിക്കാലത്തും പ്രായമാകുമ്പോഴും തനിയെ സംസാരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. തനിയെ സംസാരിക്കുന്ന ഭൂരിപക്ഷം മനുഷ്യർ അങ്ങനെയാണ്. അതായത് നോർമലായത് ആരാണ് എന്നൊരു വലിയ ചോദ്യമാണ് അതിൽ കൂടെ ഒന്ന് പറയാൻ ശ്രമിച്ചത്. കാരണം സ്റ്റീഫനെ മറ്റുള്ളവർ 2-3 മാസം മാത്രം ഒരു ഭ്രാന്തനായിട്ട് കാണുന്നു, മറ്റുള്ള സമയത്ത് അത് ഭ്രാന്തനല്ല. അപ്പൊ അങ്ങനെ ഒരു ഭ്രാന്തിനെ ഒരു ചോദ്യമാക്കാനൂടെ അത് കൂടെ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള മനുഷ്യരെ നമ്മുടെ ചുറ്റും കണ്ടെത്തുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, മനുഷ്യന് ഭ്രാന്ത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം മറ്റു മൃഗങ്ങൾക്കൊന്നും ഭ്രാന്തളകൾ നമ്മൾ കണ്ടിട്ടില്ല. കാരണം നമുക്ക് സവിശേഷമായ ബുദ്ധി വിശേഷമുണ്ട്. അതിൽ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭ്രാന്ത്. അതിനെ ഒന്ന് നമ്മുടെ മനസ്സിലൊരു ചോദ്യമായിട്ട് എപ്പോഴും ഉണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു 4 നൂറ്റാണ്ട് മുമ്പ് മാനസിക പ്രശ്നങ്ങൾ, ഉന്മാദം, ഭ്രാന്ത്, അതിനെയൊക്കെ ഒരു കുറ്റമായിട്ട് കൂടിയാണ് നമ്മുടെ സമൂഹം കണ്ടിരുന്നത്. ഇന്ന് കുറച്ച് മാറ്റം കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റീഫനെ വളരെ പ്രാകൃതമായ രീതിയിൽ കൈകാര്യം ചെയ്തത്. ഈന്തുമരത്തിൽ തുളയുണ്ടാക്കി തങ്ങലക്കിട്ടിരുന്നത് ഇന്ന് എവിടെ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പം അന്നത്തെ കാലത്ത് ഭ്രാന്ത് എന്നത് ഒരു കുറ്റമായിട്ട് കാണുകയും പ്രാകൃത ശിക്ഷ അതിന് വിധിക്കുകയും ചെയ്തിരുന്ന അന്നത്തേതുകൊണ്ട് വളരെ പഴയ കാലമല്ല. നമ്മുടെ സമൂഹം ഒരു 4 നൂറ്റാണ്ട് മുമ്പ് എവിടെ നിന്നിരുന്നു എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബിനീഷ് പറയുന്നത് ഓഡിയൻസിന് കൂടി സമയം കൊടുക്കണമെന്നാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നതാഷ എന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചുകൂടി പറയേണ്ടതുണ്ട്. ദാമോദരൻ എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഒരു 30-40 കൊല്ലം മുമ്പ് മരിച്ചുപോയ നതാഷയ്ക്ക് സാംസയേക്കാൾ ഒരു 30-40 കൊല്ലം മുമ്പ് മരിച്ചുപോയ നതാഷയ്ക്ക് സാംസയേക്കാൾ അത്രയും പ്രായം കൂടുതലുണ്ട്. പക്ഷെ 13 വയസ്സാണ് ഇപ്പോഴും. മരിക്കുമ്പോഴുള്ള പ്രായമാണ് നതാഷയ്ക്ക് ഇപ്പോഴും. ആ നതാഷയാണ് അവസാനം സംസയ്ക്ക് അവശേഷിക്കുന്ന കൂട്ട്. തുടക്കം മുതൽ അവസാനം വരെ അവശേഷിക്കുന്ന ഏക കൂട്ട് എന്നത്. അപ്പോൾ മരിച്ച പെൺകുട്ടിയോടാണ് ഈ ഏകാഗിയായിട്ടുള്ള സാംസയുടെ സംഭാഷണങ്ങളെല്ലാം. അത് നോവൽ ഒരുപക്ഷെ ആ പെൺകുട്ടി കണ്ട സ്വപ്നമായിരിക്കാം. അതായത് ഈ ഒരുപക്ഷെ അവൻ്റെ അമ്മയ്ക്കിടാൻ വെച്ചിരുന്ന പേരാണെന്ന് പറയുന്നുണ്ട്. ആ അമ്മ കണ്ട സ്വപ്നമായിരിക്കാം. നമ്മൾ ആരുടെ സ്വപ്നമാണ് നമ്മുടെ ജീവിതം എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ കാണുന്ന ജീവിതം റിയലാണോ? അത് ആരുടെ സ്വപ്നമാണ്? നമ്മൾ കാണുന്ന സ്വപ്നമാണോ? അത് വേറെ ആരെങ്കിലും കാണുന്ന സ്വപ്നമാണോ? അങ്ങനെ ഒരു ചോദ്യത്തിലേക്കാണ് അത് പോകുന്നത്. നടാഷ എന്ന് പറയുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ അവൻ്റെ അമ്മ ആനി തന്നെയാണോ? അത് ആനി തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തെ കാണുന്നതാണോ? മരണക്കിടക്കിൽ കണ്ട ജീവിതമാണോ? അപ്പോൾ അമ്മയോട് തന്നെയാണോ അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നൊരു അവൻ്റെ ഏക പ്രതീക്ഷ, അല്ലെ അവൻ ഒറ്റയ്ക്കാണ്, അവൻ ജീവിതത്തിൽ ആകെ ഉള്ളത് ഈ മരിച്ചുപോയ പെൺകുട്ടിയാണ് എന്നൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഒരർത്ഥത്തിൽ സാംസയുടെയും അമ്മ ആനിയുടെയും പല കാലങ്ങളിലുള്ള സ്വപ്നങ്ങളുടെ ഒരു പൂരണം കൂടിയായിട്ട് തീർച്ചയായിട്ടും അങ്ങനെയും വായിക്കാം. പല വായനകൾ നോവലിൽ സാധ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയും വായിക്കാമെന്ന് തന്നെയാണ് എനിക്ക്. അപ്പം ഇനി നമുക്ക് ആകെ അരമണിക്കൂറേ ഉള്ളൂ. എനിക്കൊന്ന് രാജേഷേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ നിന്ദകരും പീഡകരും മാത്രമല്ല, അത് ചെയ്യുന്ന ആളുകളും വിഷാദികളും ഏകാഗികളുമാണ്. അതിൽ ഒരു ചെയ്തു പോയാൽ, ഒന്ന് അടിച്ചു പോയാൽ ആ ദിവസം മുഴുവൻ അത് ഓർമ്മിച്ച് ദുഃഖിച്ച് ജീവിക്കുന്ന കഥാപാത്രങ്ങൾ. അതുപോലെ എനിക്കൊന്ന് ഒരു ദാർശനിക തലം, എനിക്ക് വ്യക്തിപരമായി ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് മീസയും ആഗസ്റ്റ് 17 എഴുതിയ എസ് ഹരീഷ് അല്ല, മറിച്ചൊരു ഫിലോസഫറായിട്ടുള്ള എസ് ഹരീഷാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത്തരത്തിലുള്ള പല വായനകൾ. നമുക്ക് സമയം വളരെ കുറഞ്ഞതിനാൽ ഒരു 5 മിനിറ്റ് ഓഡിയൻസിനുള്ള സമയമാണ്. പെട്ടെന്ന് തന്നെ വന്നാൽ ഉപകാരം.
സദസ്സിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം കാണിച്ചു. ഏകാന്തത എന്നുള്ളത് ഒരു വിഷമത്തിൻ്റെ തട്ടുപട്ടമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപാധിയായിട്ടാണ്, അല്ലെങ്കിൽ സന്തോഷമുള്ള ആളുകൾക്കും ഈ ഏകാന്തത ഉപയോഗിക്കാൻ പറ്റും. ഏകാന്തത പലപ്പോഴും ഒരാളുടെ വ്യക്തിപരമായ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഒരു സമൂഹം കൊടുക്കുന്ന ഏകാന്തമുണ്ട്. അത് കൂടാതെ സ്വയം ആർജിക്കുന്ന അല്ല സ്വയം കിട്ടുന്ന ഒരു ഏകാന്തമുണ്ട്. ഇൻട്രോവേർട്ടായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് സാറിന് പറയാറുണ്ട്. അവർക്ക് ഒരു ആൾക്കൂട്ടത്തിൽ നിന്നല്ല ഊർജ്ജം ലഭിക്കുന്നത്. അവർക്ക് ഒരു പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും ഊർജ്ജം ലഭിക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയ്ക്ക് അവർക്ക് ഊർജ്ജം ചോർന്നു പോകുന്നതായിട്ട് തോന്നും. പക്ഷെ ചില മനുഷ്യർക്ക് ആൾക്കൂട്ടത്തെ കാണുമ്പോൾ അവർക്ക് പൂർവാധികം ഊർജ്ജത്തിലേക്ക് അവർ എത്തിപ്പെടുകയും ചെയ്യും. അങ്ങനെ അവരുടെ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് ഏകാന്തത. അതിനകത്ത് ഒരു പക്ഷേ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഏകാന്തത ഉണ്ടായിരിക്കാം, അല്ലാതെ സ്വയമേ ഉള്ളിലുള്ള ഏകാന്തതയുള്ള മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചാണ് ഈ നോവല് പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ വഴികളിൽ ഏകാന്തതയിലേക്ക് ആഴ്ന്നു പോകുന്ന ചിലരുണ്ട്. അതിൽ നിന്ന് കരകയറാൻ പറ്റാതാണ്. അവർക്ക് ഈ നോവൽ ഒരു മോട്ടിവേഷൻ ആവുന്നുണ്ടോ? ഞാനിത് വായിച്ചിട്ടില്ല, ഞാനെന്തായാലും വായിപ്പത്തിന് വായിക്കും. അപ്പോൾ ഒരു മോട്ടിവേഷൻ ഈ നോവൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, നമ്മളങ്ങനെ മോട്ടിവേഷൻ നൽകാനൊന്നും ഉദ്ദേശം ലിറ്ററേച്ചർ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും മനുഷ്യാവസ്ഥയെ വിശദീകരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ സാഹിത്യത്തിലൂടെ നടക്കുന്നത്. അല്ലാതെ സാഹിത്യത്തിന് ഇപ്പം എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പണ്ട് നബക്കോവ് എന്ന് പറഞ്ഞ ദക്ഷിണ എഴുത്തുകാരോട് ചോദിച്ചായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, മെസ്സേജ് കൊടുക്കാൻ ഞാൻ പോസ്റ്റ്മാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല, നമ്മൾ ഒരു ജീവിതാവസ്ഥയെ വിശദീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. ഒരു നോവല് മോട്ടിവേഷൻ ക്ലാസിന്റെ ദൗത്യം നിർവഹിക്കുന്നില്ല. പട്ടുനൂൽപ്പുഴ വായിച്ചു. അതിൽ കാലത്തിൽ MT വാസുദേവൻ നായരെ കാണുന്നത് പോലെ, നിങ്ങളിൽ എമ്മുഖത്തിനെ കാണുന്ന പോലെ, പച്ച മഞ്ഞ ചുവപ്പിൽ TD രാമകൃഷ്ണനെ കാണുന്ന പോലെ, എഴുത്തുകാരൻ എന്നതിലുപരി വ്യക്തി ജീവിതത്തെ അതിൽ എനിക്ക് കാണാൻ പറ്റി. നേരത്തെ MP രാജേഷ് അദ്ദേഹം പറഞ്ഞു, അതിൽ പല മുഖങ്ങൾ എനിക്ക് കാണാൻ പറ്റിയിരുന്നു വായനക്കാരെന്ന രീതിയിൽ. ഞാനത് വായിച്ചപ്പോൾ എനിക്കതിൽ S. ഹരീഷ് എന്നുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതം എനിക്ക് അറിയില്ല, എന്നാൽ പോലും അതാണ് എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചിട്ട് അതിൻ്റെ കവർ പേജ് മനോഹരമാണ്. ആ കവർ പേജിൽ പോലും കാണിക്കുന്ന സാംസിയുടെ ചിത്രത്തിൽ പോലും ഞാനത് കണ്ടു. അതുപോലെ തന്നെ ആദ്യം എഴുതാൻ ഉദ്ദേശിച്ച നോവലാണെന്നും സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വിശ്വാസമാണ്, ഇപ്പം 3 നോവൽ എഴുതിയതിൽ ഈ നോവലായിരിക്കും ഏറ്റവും സംതൃപ്തി നൽകിയ നോവൽ എന്ന കാര്യവും. ദയവേത് ജനായത്വമാണ്, അതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ അനുവദിക്കണം. മന്ത്രി അവിടെ ഉണ്ട്. മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് ചോദിച്ചല്ലോ, നിങ്ങൾ ഈ ചോദിക്കുന്ന സമയമുണ്ടെങ്കിൽ ആ ചോദ്യം ഞാൻ തീർക്കും. അതുകൊണ്ട് ആ വ്യക്തി ജീവിതം എനിക്ക് കാണാൻ പറ്റി. അതിനുള്ള ഒരു മറുപടി എനിക്ക് തരണം. തീർച്ചയായിട്ടും അതിലൊരു ഓട്ടോ ഫിക്ഷന്റെ സ്വഭാവമുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഒരു നോവലും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളതല്ല. അതിൽ എല്ലാ കഥാപാത്രങ്ങളും നമ്മളുണ്ട്. നമ്മൾ എഴുതുന്ന എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, സാംശയമുണ്ട്, ഞാൻ എന്ന കാര്യമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റു പലതും അതിനകത്ത് കലർന്നു വരുന്നുണ്ട്. നമ്മളൊരു കഥയെ, നമ്മളൊരു ജീവിതാനുഭവത്തെ നമ്മൾ എഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ജീവിതമല്ലാതായി മാറുന്നുണ്ട്. എഴുത്തിലൂടെ ക്രമേണ അത് ജീവിതമല്ലാതായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എഴുത്തിൽ അല്ലെങ്കിൽ പട്ടുനൂൽപ്പുഴയിൽ ഞാൻ എന്നയാളുണ്ട്, പക്ഷെ അത് ഞാനല്ല എന്നും എനിക്ക് പറയാൻ പറ്റും. പൂർണ്ണമായിട്ടും ഉള്ള ഞാനല്ല അതിനകത്തുള്ളത്. പല കലർപ്പുകൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഞാൻ വായിച്ചവരുണ്ട്, ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യരുണ്ട്, വായിച്ച പുസ്തകങ്ങളുണ്ട്. അതെല്ലാം ചേർന്നതാണ് ഒരു പുസ്തകം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം നിർത്തുകയാണ്. ഇത് ശരിക്ക് ഒരുപാട് ദിവസം എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു നോവലാണ്. അപ്പോൾ ഇങ്ങനൊരു അരമണിക്കൂറിനുള്ളിൽ തീർക്കേണ്ട ഒന്നല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും പട്ടുനൂൽപ്പുഴുവിൻ്റെ ഏകാന്ത ജീവിതവും ഏകാന്ത യാത്രയും നിരന്തരമായി സഞ്ചരിക്കട്ടെ, അത് വായനക്കാരെ മുഴുവൻ കീഴടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.